ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ബയാ ഹമാരി ചിടിയാ റാണി എന്ന പാഠമാണ്. ബയാ എന്ന് വെച്ചാൽ എന്താണ്? കുരുവി, തൂക്കണാങ്കുരുവി. ഹമാരി നമ്മളുടെ, ചിടിയാ റാണി പക്ഷികളുടെ റാണിയാണ് എന്നാണ് ഇവിടെ കവയിത്രി മഹാദേവി ശർമ്മ പറയുന്നത്. അപ്പോൾ ഈ പാഠം നമുക്ക് പഠിക്കാം. ബയാ ഹമാരി ചിടിയാ റാണി. ബയ തൂക്കണാങ്കുരുവി, ഹമാരി നമ്മളുടെ, ചിടിയാ റാണി പക്ഷികളുടെ റാണിയാണ്. തിനക്കെ ലാക്കർ മഹൽ ബനാത്തി. തിനക്കെ എന്ന് വെച്ചാൽ എന്താണ്? വൈക്കോൽ അല്ലെങ്കിൽ പുല്ല്. ലാക്കർ പുല്ല് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വൈക്കോൽ കൊണ്ടുവന്നിട്ട് മഹൽ ബനാത്തി. മഹൽ എന്ന് വെച്ചാൽ കൊട്ടാരം, ബനാത്തി ഉണ്ടാക്കുന്നു. അപ്പോൾ വൈക്കോൽ കൊണ്ടുവന്ന് ഇവിടെ കൊട്ടാരം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? കൂട് പണിയുന്നു അല്ലേ? തൂക്കണാങ്കുരുവി കൂട് വയ്ക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി. ഊഞ്ചി പൊക്കമുള്ള, ഡാലോം പർ, ഡാൽ എന്ന് വെച്ചാൽ എന്താണ്? മരക്കൊമ്പ്, മരശിഖരം. ഇതിൽ ലഡ്കാത്തി തൂക്കിയിടുന്നു, ഈ കൂട് തൂക്കിയിടുന്നു. ഖേത്തോം സേ ഫിർ ദാന ലാത്തി. എന്നിട്ട് വയലിൽ പോയിട്ട് അല്ലെങ്കിൽ ഫീൽഡിൽ പോയിട്ട് എന്താണ്? ധാന്യം, ദാന മീൻസ് ധാന്യം, ധാന്യം കൊണ്ടുവരുന്നു. നദിയോം സേ ഭർ ലാത്തി പാനി. നദികളിൽ പോയി വെള്ളം കൊണ്ടുവരുന്നു. തുജ്കോ ദൂർ ന ജാനി ദേങ്കി. തുജ്കോ നിന്നെ, ദൂർ ന ജാനി ദേങ്കി ദൂരെയൊന്നും ഞാൻ അയക്കില്ല. ദാനോ സേ ആംഗൺ ഭർ ദേങ്കി. ദാന മീൻസ് ധാന്യങ്ങൾ കൊണ്ട്, ആംഗൺ ഭർ ദേങ്കി മുറ്റം ഞാൻ നിറയ്ക്കാം. ഔർ ഹൗജ് മേ ഭർ ദേങ്കെ ഹം. ഹൗജ് എന്ന് വെച്ചാൽ എന്താണ്? വലിയ പാത്രം. അതിൽ ഭർ ദേങ്കെ നിറയ്ക്കും ഞാൻ. എന്ത് നിറയ്ക്കും? മീഠാ മീഠാ ടണ്ടാ പാനി. മധുരമുള്ള തണുത്ത വെള്ളം ഞാൻ നിറയ്ക്കാം എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത്. എന്താണ്? നീ ധാന്യത്തിനും വെള്ളത്തിനും വേണ്ടി ദൂരെയൊന്നും പോകണ്ട, ഞാൻ എല്ലാം കൊണ്ട് വന്ന് തരാം എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത്. ഫിർ അണ്ടേ സേയേങ്കി തൂ ജബ്. പിന്നെ നീ മുട്ട വിരിയിക്കുമ്പോൾ. അണ്ടേ സേയേങ്കി എന്ന് വെച്ചാൽ മുട്ട വിരിയിക്കുക. മുട്ട വിരിയിക്കുമ്പോൾ നിക്കലേങ്കി നന്നെ ബച്ചേ തബ്. നിക്കലേങ്കി ഉണ്ടാകുന്നു. എന്താണ് ഉണ്ടാകുന്നത്? അതിൽ നിന്ന് നന്നെ ബച്ചേ കുഞ്ഞു കുഞ്ഞു കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ. ഹം ആക്കർ ബാരി ബാരി സേ ഞങ്ങൾ വന്നിട്ട് മാറി മാറി, കർ ലേങ്കെ ഉൻകി നിഗരാനി. നിഗരാനി മീൻസ് സംരക്ഷണം. ആ കിളിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, മാറി മാറി നോക്കിക്കൊള്ളാം. നീ മുട്ട വിരിയിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കിളിക്കുഞ്ഞുങ്ങളുണ്ടാകും അല്ലേ? അതിനെ ഞാനും എൻ്റെ കൂട്ടുകാരും മാറി മാറി നോക്കിക്കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ. പിന്നെ അതിന് പർ, എന്താണ് പർ? ചിറക്. ചിറക് ഉണ്ടാകുമ്പോൾ, ആ കിളിക്കുഞ്ഞുങ്ങൾക്ക് ചിറക് വയ്ക്കുമ്പോൾ. ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ. പിന്നെ അതെന്ത് ചെയ്യും? ചിറക് വയ്ക്കുമ്പോൾ പറന്നു പോകും അല്ലേ? ബയാ ബനേങ്കെ കിളിക്കുഞ്ഞുങ്ങൾ, തൂക്കണാങ്കുരുവികളായിട്ട് അത് പറന്നു പോകുമ്പോൾ. ഹം തബ് തേരെ പാസ് രഹേങ്കെ. അപ്പോൾ ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും. തൂ രോനാമത് ചിടിയാ റാണി. നീ കരയരുത് കിളിയെ എന്നാണ് പറയുന്നത്. ബയാ ഹമാരി ചിടിയാ റാണി. തൂക്കണാങ്കുരുവി നമ്മുടെ പക്ഷികളുടെ കുരുവികളുടെ റാണിയാണ് എന്നാണ് കവയിത്രി പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? കിളിക്കുഞ്ഞുങ്ങൾ ചിറക് വെച്ച് അത് പറന്നു പോകുമ്പോൾ അമ്മക്കിളി അവിടെ തനിച്ചാവില്ലേ? അപ്പോൾ നീ വിഷമിക്കണ്ട, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത്.